കൂട്ടുകാരെ, നമ്മളിന്നൊരു ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 100 ഗ്രാം ചിക്കൻ എടുക്കുക. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ മൈദപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/4 ടീസ്പൂണ്, കുറച്ച് ഫുഡ് കളറ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം നമ്മളിതെടുത്തിട്ട് ഷാലോ ഫ്രൈ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ പിസ്സയുടെ മാവ് നമ്മൾ 6 ടേബിൾ സ്പൂൺ വെള്ളം, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് 20 മിനിറ്റ് ഈസ്റ്റ് പൊങ്ങി വരാൻ വെക്കണം. അതിനുശേഷം അതിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണ് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇവ ഒഴിച്ച് മിക്സ് ചെയ്ത് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെച്ച മാവാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നു. 2 മണിക്കൂറായി ഇത് റെഡിയാക്കി വെച്ചിട്ട്. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടി 200 ഗ്രാം തക്കാളി, 3 തക്കാളി ഇതുപോലെ വരഞ്ഞിട്ട് 2 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്കിന്നും അകത്തെ കുരുവും കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ ചിക്കനെ നമുക്ക് ഇങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് ബട്ടറിൽ 1 കുടം വെളുത്തുള്ളിയും 10 കൊച്ചുള്ളിയും മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് ഈ തൊലിയും കുരുവും കളഞ്ഞ് തക്കാളി കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ഇടണം. നമുക്കിത് അരച്ച് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാം. നമ്മുടെ വെളുത്തുള്ളി, കൊച്ചുള്ളി, തക്കാളി ഗ്രൈൻഡ് ചെയ്തത് നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സോസ് ഉണ്ടാക്കാനാണിത്. എന്നിട്ടൊന്ന് ബോയിൽ ചെയ്യിക്കാം. ഇതിലോട്ട് നമുക്ക് 20 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പിസയ്ക്ക് വേണ്ട സോസിൻ്റെ അളവാണ് ഇത്. ബോയിൽ ചെയ്തെടുക്കാം നല്ലപോലെ. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഇടണ്ട, മധുരമായി പോവും. ഇതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പനിക്കൂർക്ക ഇല ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഒറിഗാനോ എന്ന് പറഞ്ഞ സാധനം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മാത്രം. നമ്മുടെ ഡോ എടുക്കുക. 10 ഇഞ്ച് വീതിയിൽ പരത്തിയെടുക്കാം. നമുക്ക് ഈ 10 ഇഞ്ച് വീതിയിൽ പരത്തിയ ഈ ഡോവിൻ്റെ സൈഡ് ഒരു വരമ്പ് പോലെ ഒന്ന് മടക്കി വെക്കാം. അരികൊക്കെ മടക്കി. ഇപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 8 ഇഞ്ചായി. നമുക്കൊരു കോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം അതിൻ്റെ ഉള്ളൊക്കെ. ഇനി നമ്മുടെ സോസ് ഒന്ന് ഒഴിച്ച് സ്പ്രെഡാക്കി കൊടുക്കാം. സോസൊക്കെ നമ്മൾ ഫുള്ള് സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. 1 ലിറ്റർ പാലിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് തന്നെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാപ്സിക്കം പെറുക്കി വെക്കാം. കാപ്സിക്കം വെച്ച് കൊടുത്തു. ഇനി
ഇനി ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒനിയൻ വെച്ച് കൊടുക്കാം. നമ്മുടെ ഒനിയനെ വെച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ചീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഓവൻ നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ടോപ്പും ബോട്ടവും റാഡ് ഓൺ ചെയ്തിട്ട് ഹീറ്റ് ചെയ്യാം, പ്രീഹീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഓവനിൽ വെക്കണം. ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചപ്പാത്തിയുടെ ഒക്കെ ചുടുന്ന തവ എടുത്ത് വെക്കുക. ഇതിലോട്ട് കുറച്ച് ഉപ്പ് നിരത്തുക. അതിൻ്റെ മുകളിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇങ്ങനെ വെക്കുക. ഇതിലോട്ട് നമ്മുടെ ഈ പിസ്സേനെ എടുത്ത് വെക്കുക. അടപ്പ് വെച്ച് മൂടുക. സെയിം കുക്കിംഗ് ടൈമാണ്. 15 മിനിറ്റ് കൊണ്ട് കുക്കിംഗ് ആവും, റെഡിയാവും. നമ്മുടെ പിസ്സേനെ ഓവനിലോട്ട് വെക്കുവാണ് 15 മിനിറ്റ്. നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാണ്, അതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സോസ് ഉണ്ടാക്കുന്നതോ ചീസിൻ്റെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു.